പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അനിക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പം രണ്ടുപേരും കൂടെ അതേ അമ്പലത്തിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയാണ്. ചേർത്തല വേളർവട്ടം അമ്പലത്തിലേക്കാണ് ആദ്യം പോണത്. പിന്നെ കണിച്ചുളങ്ങര ക്ഷേത്രം, അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴി വേറെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് കയറിയിട്ട് അവർ വരുള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ഇവിടെ. കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. ഇവർ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ രാവിലെ ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. രാവിലെ തന്നെ പോയിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ അവർ അമ്പലത്തിൽ വേളൂർവട്ടം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവിടെ നമ്മുടെ ജന്മവൃക്ഷങ്ങൾക്ക് നനച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. പിന്നെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പോൾ രാവിലത്തെ കാപ്പുപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലക്കൂട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, ഗരം മസാല പൊടിച്ച് വെച്ചതേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയപ്പം ഗരം മസാല കൂട്ടെല്ലാം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗരം മസാല കൂട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഗരം മസാലപ്പൊടി തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വലിയ പീസ് ഇതിൻ്റെ കൂടെ വലിയ പീസ് ഉള്ളത് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കഴുകി വാരിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് രണ്ടിടുപ്പയിലായിട്ട് വെച്ച് ആദ്യം സവോളയെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ മോള് പൊളിച്ച് വന്നിട്ടാണ് കേട്ടോ പോയത്, പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു അടപ്പത് വഴറ്റുന്നുണ്ട്. പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടി ചീനിച്ചട്ടി വെച്ചപ്പോൾ ചേട്ടായി എന്തോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നാണ്. അപ്പോൾ ഞാൻ രണ്ടിടുപ്പ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരടുപ്പ വെച്ചിരിക്കുന്നത് ഞാനത് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തവി വാങ്ങിയിട്ട് അതൊന്ന് ചിക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ ഒരുപാട് സമയം നമുക്ക് വേണം അല്ലേ. തേങ്ങ വറുത്ത് കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എന്തോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അങ്ങോട്ട് അത് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പിന്നെ വീഡിയോയിലൊന്നും ചേട്ടായിയെ കാണിക്കുന്നില്ല, ചേട്ടായിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എന്തായാലും വന്ന് ചേട്ടായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചേട്ടായിയെ പറഞ്ഞ് അടുക്കളയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ തന്നെ ആ തേങ്ങ വറുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുക്കറും ഓഫ് ചെയ്ത് ഇനി നമുക്ക് വറുത്തരച്ച് നമ്മൾ തേങ്ങ വറുത്തെടുത്തില്ലേ അതൊന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കൊന്ന് അരച്ച് എടുക്കണം. എന്നിട്ട് കറിയും കൂടെ റെഡിയാക്കാം. അപ്പം ഞാൻ ഒരു അരച്ചുകൂട്ടും കൂടെ തയ്യാറാക്കുന്നുണ്ട്. തക്കാളിയും മുരിങ്ങക്കോലും കൂടെ ഒരു അരച്ചുകൂട്ട് കറിയും കൂടെ റെഡിയാക്കണം. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, ഒരു അച്ചാർ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വൈകിട്ട് നമ്മളൊരു പായസവും കൂടെ വയ്ക്കുന്നുണ്ട്. സേമിയ പായസത്തിനുള്ളതാണ്. അപ്പോൾ പായസത്തിനുള്ളതൊക്കെ മക്കൾ വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ പാലും പായസത്തിനുള്ള സാധനങ്ങളൊക്കെ അവർ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഒഴിച്ചുകറിക്കുള്ളത് തക്കാളിയും മുരിങ്ങക്കോലും ഒക്കെ ഞാനത് അടപ്പിൽ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കത് തേങ്ങ അരപ്പും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പുറത്ത് ചീനച്ചട്ടിയിൽ ഞാനൊരു മെഴുക്ക് പുരട്ടിക്കുള്ളതും കൂടെ വെച്ചിട്ടുണ്ട്. ക്യാമറ ദൂരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അടുത്ത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ അടുത്ത് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ മിസ്സായിപ്പോയി, അതെനിക്കത് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അരച്ചുകൂട്ട് കറിക്കുള്ളത് ഞാനത് വെള്ളമൊക്കെ അല്പം ഒഴിച്ചിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറികൾ ഇവിടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇവിടെ ഇറച്ചിക്കറിക്കാണെങ്കിലും സാമ്പാർ, അതുപോലെ കടലക്കറി, വറുത്തരച്ച പോലുള്ള ഏത് കറിക്കാണെങ്കിലും മല്ലിയില നിർബന്ധമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് പൊറോട്ടയോ ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കറിയാണ് കേട്ടോ ബീഫ്. അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ തക്കാളിയും അരച്ചുകൂട്ട് കറിക്കുള്ളതൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിയൊക്കെ റെഡിയായ സമയത്ത് തന്നെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ അനുക്കുട്ടി കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ബലൂൺ വാങ്ങിച്ചിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ടേബിളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമുള്ള അനുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അനു ആ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ വേറെ ആരോടൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ മാത്രമായിട്ടുള്ളൊരു ആഘോഷം. അങ്ങനെ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അനുവിന് കൊടുത്തു. അങ്ങനെയുള്ള സന്തോഷം പങ്കിടലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു രസമുണ്ട്. അനുവിനെ വായി കേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വിട്ടുകൊടുത്താൽ കൊള്ളത്തില്ല, അങ്ങോട്ടും തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേക്ക് കൊടുത്തപ്പോൾ തന്നെ അവൾ ഓടിക്കളഞ്ഞ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് റെഡിയായി. ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കും മോനും കൂടെ ഒന്ന് ചേർത്തല പോകേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. 1-2 കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ റൈസ് കുക്കർ കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ. അത് കാരണം പുതിയൊരു റൈസ് കുക്കറും കൂടെ വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചേർത്തലയ്ക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരൊരു ലൈക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോനും കൂടെ ചേർത്തലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേർത്തല പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പായസമൊക്കെ വെച്ചത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒക്കെ കൊടുക്കണമായിരുന്നു. പായസം വെച്ചിട്ട് നമ്മൾ പായസം എല്ലാവർക്കും കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.